ഹായ് ക്രിക്കറ്റ് ആരാധകരെ, നാം കാത്തിരുന്ന ദിനം ഇന്നാണ്. 2025 IPL ഫൈനൽ ദിനം ഇന്നാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സ് 11 തമ്മിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ഗുജറാത്ത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പോരാട്ടത്തോടുകൂടെ 2025 സീസൺ IPL വിജയികളെ നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയം നേടിയാലും അതൊരു ചരിത്രം തന്നെയായിരിക്കാം. കഴിഞ്ഞ 17 വർഷത്തെ IPL ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു പ്രാവശ്യം പോലും കിരീടം നേടാൻ സാധിക്കാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സ് 11 തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു രജത് പട്ടിദാറിനോ ശ്രേയസ് അയ്യർക്കോ ഇന്നത്തെ ദിനം തീർച്ചയായിട്ടും മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ, മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടു പേരിൽ ഒരാളുടെ കാത്തിരിപ്പിന് വിരാമമിടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. ക്രിക്കറ്റ് ഇതിഹാസം, ഇന്ത്യയുടെ ക്രിക്കറ്റ് രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വിരാട് കോഹ്ലി ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്തുള്ളത് പഞ്ചാബ് കിങ്സിനെ എന്നും ജീവന തുല്യം സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന, തൻ്റെ ടീമിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന, തൻ്റെ ടീമിന് വേണ്ടി എന്തിനും നഷ്ടപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു ക്രിക്കറ്റ് മുതലാളി. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രീതി സിന്ധ്യയെ വിശേഷിക്കുക. ഈ രണ്ടു പേരിൽ ഒരാളുടെ കാത്തിരിപ്പിനാണ്, 17 വർഷത്തെ കാത്തിരിപ്പിനാണ് ഇന്നത്തെ മത്സരത്തോടു കൂടി പരിസമാപ്തി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുന്നത് പ്രീതി സിന്ധ്യ, മറുഭാഗത്ത് നിൽക്കുന്നത് വിരാട് കോഹ്ലി. തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, തനിക്കെതിരെ പല തരത്തിൽ പല രീതിയിൽ വിമർശനങ്ങൾ വന്നപ്പോഴും അദ്ദേഹം തീർച്ചയായിട്ടും തൻ്റെതായ സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ ബാറ്റ് കൊണ്ടായിരുന്നു വിരാട് കോഹ്ലി ഈ കഴിഞ്ഞ സീസണുകളിൽ മുഴുവൻ എന്തോ ഭാഗ്യത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് പല സമയങ്ങളിലും കിരീടം വിരാട് കോഹ്ലിക്കും സംഘത്തിനും നഷ്ടമായത്. ആ ഒരു ഇന്നത്തെ ഈ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടത്തിന് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരിക്കും ഇന്നത്തെ ദിനം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറുവശത്തായിക്കോട്ടെ 17 വർഷത്തെ കാത്തിരിപ്പ് ഒരു ക്രിക്കറ്റ് മുതലാളി. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം, പഞ്ചാബ് കിങ്സിൻ്റെ ഈ ഒരു സീസണിലെ ശക്തിയും പഞ്ചാബ് കിങ്സിൻ്റെ ദൗർബല്യവും എന്ന് പറയുന്നത് അവരുടെ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ മത്സരം അവസാനിച്ച മുംബൈക്കെതിരായ മത്സരം വരെ നമുക്ക് കാണിച്ചു തന്നതാണ്. തീർച്ചയായിട്ടും അൺക്യാപ്ഡ് പ്ലെയേഴ്സ് തന്നെയാണ് ഈ ഒരു സീസണിൽ പഞ്ചാബിനെ മുന്നോട്ട് നയിച്ചത്. അത് ഓപ്പണിങ്ങിൽ പ്രിയാൻഷു ആര്യ മുതൽ ഓരോ കളിക്കാരനും തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് കണ്ടറിഞ്ഞ് കളിച്ചത് കൊണ്ട് മികച്ച പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് ഉപരിയായി തങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ കളിക്കാരനെയും എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും കോച്ച് റിക്കി പോണ്ടിങ്